ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇതുവരെ കിട്ടാത്തത്. രാഹുലിനെ കണ്ടെത്താൻ ഫോൺ ലൊക്കേഷൻ അല്ലാതെ മറ്റു വഴികളും പോലീസ് തേടുന്നുണ്ട്. രാഹുലിന്റെ സുഹൃത്തുക്കൾ, അടുത്ത ബന്ധമുള്ള പാർട്ടി പ്രവർത്തകർ ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഫോൺ രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ കയ്യിലാണ് എന്നതാണ് സംശയം. ഇടയ്ക്ക് ഫോൺ ഓൺ ആക്കുന്നത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നാണ് നിഗമനം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അഷ്കർ അലി കരിമ്പ. കേസ് കൊടുക്കുന്നതുവരെ അല്ലെങ്കിൽ പരാതിയുമായി പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുന്നതുവരെ പാലക്കാട് ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് വ്യക്തമാണ്. ദൃശ്യങ്ങളടക്കം നമ്മൾ രാഹുലിനെ കണ്ടതുമാണല്ലോ. അതിനുശേഷം രാഹുൽ എവിടേക്ക് പോയി? വക്കാലത്തൊപ്പിടാൻ പോയി എന്ന് കേൾക്കുന്നു. മാത്രമല്ല അഭിഭാഷകനെ കണ്ടെന്ന് കേൾക്കുന്നു. ഫോൺ വഴിയാണ് സംസാരിച്ചതെന്ന് കേൾക്കുന്നു. തിരുവനന്തപുരത്ത് പോയി, കൊച്ചിയിൽ പോയി, അങ്ങനെ ഊഹാപോഹങ്ങളാണ്. യഥാർത്ഥത്തിൽ രാഹുൽ എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടോ? സുജയ, രാഹുൽ ഇപ്പോഴും പാലക്കാട് ജില്ലയിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്നുള്ള ഒരു വിഭാഗം പങ്കുവെക്കുന്ന വിവരം. പ്രത്യേകിച്ച് ഇന്ന് രാഹുൽ പാലക്കാട് ജില്ലയിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്തു എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. എന്നാൽ അതിനുശേഷം തിരിച്ച് വീണ്ടും രാഹുൽ പാലക്കാട്ടേക്ക് തന്നെ എത്തിയെന്നും പാലക്കാട്ട് തന്നെ വ്യത്യസ്ത രഹസ്യ കേന്ദ്രങ്ങളായി തന്നെ തുടരുകയും ചെയ്യുന്നു എന്നാണ് പോലീസ് പങ്കുവെക്കുന്ന വിവരം. രാഹുലിന് വേണ്ടി ഫോൺ ലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ രാഹുലിനെ പിന്തുടരാൻ പോലീസ് ശ്രമിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ രാഹുലിൻ്റെ സുഹൃത്തുക്കളും അടുത്ത പാർട്ടി ബന്ധമുള്ള ആളുകളെയൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ നിരീക്ഷണം ഊർജിതമാക്കുകയായിരുന്നു. രാഹുലിൻ്റെ ഫോൺ പലപ്പോഴായി സ്വിച്ച് ഓൺ ആവുന്നതും സ്വിച്ച് ഓഫ് ആവുന്നതുമൊക്കെ തന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഈ ഫോണുകളൊക്കെ തന്നെ രാഹുലിൻ്റെ കയ്യിലല്ല, മറിച്ച് രാഹുലിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളുടെ കയ്യിലാണ് എന്നുള്ള നിഗമനത്തിലേക്കും പോലീസ് എത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല പല ഘട്ടങ്ങളിലായി രാഹുൽ വ്യത്യസ്ത വാഹനങ്ങൾ മാറി മാറി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ രാഹുലിൻ്റെ ഔദ്യോഗിക വാഹനം ഫ്ളാറ്റിന് സമീപം പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. രാഹുലിൻ്റെ കൂടെ ഉണ്ടാകാറുള്ള പേഴ്സണൽ അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡ്രൈവറും ഒക്കെ തന്നെ ഇന്ന് MLA ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രാഹുൽ വ്യത്യസ്ത വാഹനങ്ങളിലായി മാറി മാറി സഞ്ചരിക്കുന്നു. ജില്ലയിലെ പുറത്തേക്ക് പോയെങ്കിൽ പോലും തിരിച്ച് വീണ്ടും മലപ്പുറം ജില്ലയിലേക്ക് തന്നെ എത്തി രഹസ്യ കേന്ദ്രങ്ങളിലായി തുടരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആവശ്യമായ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമടക്കം പോലീസ് സജീവമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒളിവിൽ തുടരുന്ന രാഹുലിന് വല വിരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വലയ്ക്ക് പുറത്താണ് രാഹുൽ എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും വല ഉള്ളിടത്ത് വിരിക്കണ്ടേ പോലീസെ എന്നുള്ള ഒരു ചോദ്യം നാട്ടുകാർ ചോദിക്കുന്നുണ്ട്.